ശാന്തി അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. അപ്പോൾ കണ്ടത് ഇതാണ്: ബാബ എവിടെയോ ചുറ്റി സഞ്ചരിച്ച് ചില ദൃശ്യങ്ങൾ കണ്ട ശേഷം വതനത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് എവിടെ നിന്നുമാണ് ചുറ്റി സഞ്ചരിച്ച ശേഷം വരുന്നത്? അപ്പോൾ ബാബ ഒരു സെക്കൻഡ് കണ്ടുകൊണ്ട് പുഞ്ചിരിക്കുവാൻ തുടങ്ങി. പിന്നെ ബാബ പറഞ്ഞു, കുട്ടി, ബാബ ഇന്ന് ലോകത്തിലെയും ദൃശ്യങ്ങൾ കണ്ട് വരികയാണ്. തൻ്റെ സെൻറ്റേഴ്സിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് വതനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാബ ഒരു ദൃശ്യം കാണിച്ചു തന്നു. ലോകത്തിലും ഏതെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ചിലർ ഹവനകുണ്ടങ്ങൾ ഒരുക്കുന്നു. ഏതെങ്കിലും പരിതസ്ഥിതികൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും സമസ്യകൾ വരുമ്പോൾ ആ സമയത്തും യജ്ഞങ്ങൾ രചിക്കുന്നു. അവരവരുടെ സ്ഥലങ്ങളിലും അവരവരുടെ സ്ഥാനങ്ങളിലും. അപ്പോൾ ബാബ പറഞ്ഞു, ലോകത്തുള്ളവർ ഏതെങ്കിലും പരിതസ്ഥിതികൾ വരികയാണെങ്കിൽ അവരെ പ്രതിയും യജ്ഞം രചിക്കുന്നു. വിഘ്നങ്ങളും തടസ്സങ്ങളും ഇല്ലാതാകുന്നതിന് വേണ്ടി, മാഞ്ഞു പോകുന്നതിന് വേണ്ടി. ബാബയുടെ വീടാകട്ടെ, സെന്ററാകട്ടെ, ചെറിയ സ്ഥാനമായാലും വലിയ സ്ഥാനം ആയാലും ബാബ കാണുന്നുണ്ട്. പല സ്ഥാനത്തും ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് ബാബയുടെ ഓർമ്മയുടെ കുണ്ഠം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അഖണ്ഡമായി യോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ബാബയ്ക്ക് തുടക്കത്തിലെ ആദ്യ സമയത്തിലെ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. എപ്പോഴാണോ തുടക്കത്തിൽ യജ്ഞത്തിൻ്റെ സ്ഥാപന നടന്നത്, അപ്പോൾ പുറത്ത് എന്തു തന്നെ നടന്നിരുന്നാലും ബാബയുടെ കുട്ടികൾ ബാബയുടെ വീട്ടിനുള്ളിൽ ആയിരുന്നു. എന്നാൽ പുറത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ കഴിയുമായിരുന്നില്ല. ബാബ പറഞ്ഞു, ലോകത്തിലെ ദൃശ്യങ്ങളും വരാൻ പോകുന്ന സമയവും അനുസരിച്ച് ബാബ ഏതൊരു യജ്ഞമാണോ രചിച്ചിരിക്കുന്നത് അവിടെ ബാബയുടെ കുട്ടികൾ പിന്നെ സെൻറ്ററുകളിലും ഭട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, അതിനാൽ സമയമനുസരിച്ച് ഓരോ സ്ഥാനത്തും ഇത്രയും താല്പര്യത്തിൻ്റെ അഗ്നി ജ്വലിക്കണം. ഓരോ ബ്രാഹ്മണനായ കുട്ടിയും തൻ്റെ ഉള്ളിൽ ഓർമ്മയുടെ ശക്തി ശേഖരിക്കണം. കാരണം കുട്ടികളായ നിങ്ങൾ ദാതാവിൻ്റെ കുട്ടികളാണ്. ബാബയോടൊപ്പം സെൻറ്ററുകളിലും സേഫായിരിക്കും. കാരണം പുറത്തുള്ളത് അത്രയും അറിയുവാൻ കഴിയുന്നില്ല. അപ്പോൾ ബാബ പറഞ്ഞു, വിശേഷിച്ച് സംഗമയുഗത്തിലെ സമയത്ത് ബാബ തൻ്റെ കുട്ടികളെ ഏത് ആത്മാക്കളുടെ ഓർമ്മയാണോ ഉള്ളത് ആ കുട്ടികളെ ബാബ എമർജ് ചെയ്യുന്നു. ആ ആത്മാക്കളിൽ വിശേഷിച്ച് വതനത്തിലേക്ക് വിളിച്ച് ഭോഗ് സ്വീകരിപ്പിക്കുന്നു. ബാബ പറഞ്ഞു, എപ്പോഴാണോ കുട്ടികൾ ഓർമ്മകൾ നൽകുന്നത് അപ്പോൾ ബാബയുടെ ആകർഷണത്തിൻ്റെ അനുഭവവും കുട്ടികൾക്ക് ഉണ്ടാകുന്നു. ബാബയും ആ കുട്ടികളെ തൻ്റെ സ്മൃതിയിലേക്ക് കൊണ്ടുവരുന്നു. ബാബ സന്ദേശം ഇത്രയും കേൾപ്പിച്ചതിന് ശേഷം ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബയും വളരെ സ്നേഹത്തോടെ മധുബനിലെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, ഈ ഭോഗിലും അത്രമാത്രം ശക്തിയും ബലവും നിറഞ്ഞിരിക്കുകയാണ്. കാരണം ബാബ ഇതിൽ വിശേഷ ശക്തിയും ബലവും നിറയ്ക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി.
പിന്നെ ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.